അഭിഷേകത്തിൻ്റെ അങ്കിയണിഞ്ഞ് അൾത്താരയിൽ അർപ്പിക്കപ്പെടാൻ ആത്മസമർപ്പണം ചെയ്ത പുരോഹിതൻ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ പാലമാകുന്നവൻ, വർണ്ണവർഗവേഷവസ്തു വ്യത്യാസമില്ലാതെ ദൈവജനം എന്ന കാരണത്താൽ ശുശ്രൂഷയേകുന്നവൻ, ത്യാഗം ശീലമാക്കി പരിഭവങ്ങളില്ലാതെ മിശിഹായെ അനുകരിക്കുന്നവൻ, കൂടിക്കാഴ്ചകളൊക്കെ അവിസ്മരണീയമാക്കാൻ ഹൃദയം നിറഞ്ഞ സ്നേഹത്താൽ നിറചിരി നൽകുന്നവൻ, നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ. 6 ആണ്ടുകളുടെ സ്നേഹശുശ്രൂഷകൾക്കൊടുവിൽ അനിവാര്യമായ സ്ഥലം മാറ്റം സ്വീകരിച്ച് യാത്രയാകുമ്പോൾ അച്ഛൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷ വഴികളിലൂടെ ഒരു മടക്കയാത്രയാകാം. 2019 ജൂൺ മുതൽ അച്ഛൻ്റെ ധന്യജീവിതത്തിൻ്റെ നന്മ നാം ആസ്വദിക്കുന്നു. പ്രഭാത പ്രാർത്ഥനയും ദിവ്യകാരുണ്യ ആരാധനയും വിശുദ്ധ കുർബാന അർപ്പണവുമായി ആരംഭിക്കുന്ന അജപാലന ശുശ്രൂഷകൾ, നിത്യാരാധന ചാപ്പലിലും കുമ്പസാരക്കൂട് സ്ഥാപിച്ച് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ കൃപകൾ സാധിക്കുന്ന അത്രയും സമയം ലഭ്യമാക്കി ആടുകളുടെ മണമുള്ള ഇടയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ 2668 കുടുംബങ്ങളെയും അവരുടെ സങ്കടങ്ങളെയും അറിയുന്ന, അതിനൊക്കെയും തന്നാലാവുന്ന വിധം പരിഹാരം കണ്ടെത്തുന്ന, ശേഷം പ്രാർത്ഥനയിൽ ചേർത്തുവയ്ക്കുന്ന മധ്യസ്ഥതയുടെ കൃപ, ഇടവകയുടെ ആത്മീയ ഉണർവിന് അനുയോജ്യമായതൊക്കെയും വിട്ടുവീഴ്ചകളില്ലാതെ ആരംഭിക്കാനും തുടരാനുമുള്ള ദൈവാത്മാവിൻ്റെ വിവേചന ശക്തി, അതിൽ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള വിശുദ്ധ കുർബാനയും ജപമാല സഖ്യവും വെള്ളിയാഴ്ചകളിലെ വചന ശുശ്രൂഷയും ആരാധനയും സജീവമായ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നു. പ്രാർത്ഥനാമഞ്ജരി എന്ന ജൂബിലി സ്മരണിക പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കി എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് പിന്നിലെ അച്ഛൻ്റെ അക്ഷീണ പ്രയത്നം, പള്ളിപ്പെരുന്നാളുകളെ ആഘോഷങ്ങളുടെ ദിനം എന്നതിലുപരി വിശ്വാസ പ്രഘോഷണത്തിൻ്റെ തിരുനാളുകളാക്കി മാറ്റാൻ ആവർത്തിച്ചുള്ള ആഹ്വാനങ്ങൾ, ഇടവകയുടെ പരിധിയിലുള്ള സന്യാസ ഭവനങ്ങൾ, ആശ്രമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, അഗതി മന്ദിരങ്ങൾ എന്നിങ്ങനെ എല്ലായിടങ്ങളെയും സഹോദര സ്ഥാപനങ്ങളായി ചേർത്തു നിർത്തി വളർത്തുന്ന അച്ഛൻ്റെ വിശാല മനസ്സ്, ഇടവക ഒരു കുടുംബമാണെന്നും അപരൻ്റെ ഇല്ലായ്മകൾ എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് സർവരെയും ഓർമ്മിപ്പിക്കും വിധം സുമനസ്സുകളെ ചേർത്തു നിർത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച കെയർ ഫാമിലി പദ്ധതിയും അതേ തുടർന്ന് രൂപം കൊണ്ട ഫാമിലി കെയർ, മെഡികെയർ, ക്യാൻസർ കെയർ, ഡയാലിസിസ് കെയർ, ഫുഡ് കെയർ, ബ്രൈറ്റ് കെയർ, പ്രോ ലൈഫ് കെയർ, സ്റ്റഡി കെയർ, ഹൗസിംഗ് കെയർ, ലാൻഡ് ബാങ്ക് കെയർ, ഹോം കെയർ എന്നിവയും നമ്മുടെ ദേവാലയത്തിൻ്റെ കവാടങ്ങൾ മനോഹരമാക്കിയതും ഓഡിറ്റോറിയം നവീകരിച്ചതും ഡിജിറ്റൽ നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചതും അച്ഛനിലെ ക്രാന്തദർശിയുടെ മികവാണ്. എല്ലാ കാര്യങ്ങളിലും കത്തീഡ്രൽ മറ്റു ഇടവകകൾക്ക് മാതൃകയാവണമെന്ന സ്നേഹശാഠ്യം അച്ഛൻ സൂക്ഷിച്ചിരുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. കൂടാതെ കത്തീഡ്രൽ ഇടവകയിൽ സ്വന്തമായി ഭവനമില്ലാത്ത 25 കുടുംബങ്ങളെ കണ്ടെത്തി ഭവന നിർമ്മാണം നടത്തുവാൻ തൻ്റെ സമയവും ആരോഗ്യവും ആശയങ്ങളുമായി സന്ധിയില്ലാത്ത യജ്ഞങ്ങൾ, വിസ്തൃതമായ കത്തീഡ്രൽ ഇടവകയുടെ ഭൂപടം ഒരുക്കിയും ഇടവക ഡയറക്ടറി പുതുക്കിയും കൂടുതൽ കാര്യക്ഷമമായ അജപാലനം, തിരുബാല സഖ്യം, ചെറുപുഷ്പ മിഷൻ ലീഗ്, യുവദീപ്തി, മാതൃവേദി, പിതൃവേദി, വിൻസെൻ്റ് ഡി പോൾ, AKCC, ദീപിക ഫ്രണ്ട്സ് ക്ലബ്, KLM തുടങ്ങിയ എല്ലാ കത്തോലിക്ക സംഘടനകളും അതിൻ്റെ പ്രവർത്തകരും പ്രായഭേദമന്യേ അച്ഛനിൽ നിന്ന് അനുഭവിച്ച കരുതലും പ്രോത്സാഹനവും പിന്തുണയും, അതുപോലെ ഇടവകയിലെ എല്ലാ ഗായകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കത്തീഡ്രൽ കൊയർ രൂപീകരിച്ചതും വിശ്വാസ പരിശീലനം കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തിരിച്ചറിഞ്ഞ് ദീർഘവീക്ഷണത്തോടെയുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചതും നയിച്ചതും, സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിൽ
സ്കൂൾ മുറ്റം ടൈൽ വിരിച്ച് സൗകര്യപ്രദമാക്കിയതും വിദ്യാർത്ഥികളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി മാസാദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരത്തിനുള്ള അവസരം ഒരുക്കിയതും അച്ഛൻ്റെ നേട്ടം തന്നെയാണ്. ഈ 6 വർഷങ്ങളിലും കൂടെ ശുശ്രൂഷ ചെയ്ത വല്യച്ഛന്മാരും കൊച്ചച്ഛന്മാരും അടങ്ങുന്ന ദൈവിക കൂട്ടായ്മയ്ക്ക് നിരന്തരം പ്രചോദനവും മാതൃകയുമാകുന്ന ഏറെ കാര്യങ്ങൾ നോക്കി പഠിക്കുവാനുള്ള ഒരു ലളിതമായ ജീവിതം. അങ്ങനെ ഇനിയും ഏറെ പറയാനുണ്ട്. കഴിഞ്ഞ 6 വർഷങ്ങളുടെ ചരിത്രമെടുക്കുമ്പോൾ കണ്ണീരോടുകൂടെയല്ലാതെ ഓർക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച നാളുകളായിരുന്നു കൊറോണ കാലഘട്ടം. രോഗവും മരണവും ദാരിദ്ര്യവും അനിശ്ചിതത്വവും നിറഞ്ഞ രാപകലുകളിൽ കത്തീഡ്രലിൻ്റെ അൾത്താരയിൽ കുർബാന അർപ്പണം മുടങ്ങാതിരുന്നതിനു പിന്നിൽ പ്രിയപ്പെട്ട വികാരിയച്ഛൻ്റെ ധീരമായ നിലപാടുകൾ ഉണ്ട്. ആ നാളുകളിലെല്ലാം നിശ്ചയിക്കപ്പെട്ട പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭക്ഷണക്കിറ്റായും മരുന്നായും വാഹന സൗകര്യങ്ങളായും ആവശ്യക്കാരുടെ ഇടയിലേക്ക് സധൈര്യം കടന്നുചെന്നു അദ്ദേഹം. രോഗികളാണെന്നും ക്വാറന്റൈനിലാണെന്നും അറിയുന്നവരെയെല്ലാം ഫോണിലൂടെയെങ്കിലും ബന്ധപ്പെട്ട് ആശ്വാസമേകാൻ അച്ഛൻ ശ്രമിച്ചു. കോവിഡ് മരണങ്ങളിൽ ഭയമേതുമില്ലാതെ മൃതസംസ്കാര ചടങ്ങുകൾക്ക് മുന്നിൽ നിന്ന് അദ്ദേഹം നേതൃത്വം വഹിച്ചു. പ്രിയപ്പെട്ട വികാരിയച്ഛ, കത്തീഡ്രൽ കുടുംബത്തിന് നന്ദി പറയുവാൻ വാക്കുകളില്ല. ഞങ്ങൾ സ്വീകരിച്ച നന്മകളും പ്രാർത്ഥനകളും ആശീർവാദങ്ങളും അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ ധന്യതയാണ്. കത്തീഡ്രലിൻ്റെ പടിയിറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടെ നന്ദിയോടെ ഞങ്ങൾ ശിരസ്സു നമിക്കുന്നു. ദൈവകൃപകൾക്കായി പ്രാർത്ഥിക്കുന്നു.